നമസ്കാരം. KPCCയുടെ പരിപാടിക്കിറങ്ങുമ്പോൾ സർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണമായിരുന്നു. അവിടെ മാലയിട്ട് തൂക്കിയ ഒരു ഫോട്ടോ കാണാം. സഖാവ് ജി ഭുവനേശ്വരൻ്റേത്. കോൺഗ്രസിൻ്റെ കുട്ടിക്രിമിനൽ സംഘം തലങ്ങും വിലങ്ങും വെട്ടിക്കൊലപ്പെടുത്തിയതാണ് സഖാവ് ഭുവനേശ്വരനെ. സുധാകരനെ MLA-യും മന്ത്രിയും ആക്കിയത് പാർട്ടിയാണ്. സുധാകരനെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. KPCC സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തതിനാണ് സൈബർ സഖാക്കളുടെ ഈ പൊങ്കാലയിടിയിൽ. കോൺഗ്രസുകാരൻ ആയിരുന്ന KV തോമസിനെ ലക്ഷങ്ങൾ കൊടുത്ത് രാജ്യതലസ്ഥാനത്തെ പ്രത്യേക പ്രതിനിധിയാക്കിയ പാർട്ടിയുടെ മുൻനിര പോരാളികളാണ് സുധാകരനെതിരെ ഈ പോരാട്ടം നടത്തുന്നത്. പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ KM മാണിയെ പങ്കെടുപ്പിച്ചപ്പോൾ ഇല്ലാത്തൊരു ചോരത്തിളപ്പ് സുധാകരനോട് എന്തിനാണ് സഖാക്കളെ? തിരുവനന്തപുരത്ത് നടന്ന മവാസെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് AA റഹീം അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി ശശി തരൂരിനെ ക്ഷണിച്ചപ്പോൾ അതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കൊന്നുമില്ലെന്ന് പറഞ്ഞവരുടെ മനസ്സിൽ ജി സുധാകരനിലെ സഖാവ് മാത്രം അകാല ചരമം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ജില്ലാ സമ്മേളന വേദിയിൽ അബിൻ വർക്കി അടക്കമുള്ള എതിരാളികളെ പങ്കെടുപ്പിക്കാം എങ്കിൽ ചരിത്രദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലിൽ കോൺഗ്രസിന് ഒരു CPM നേതാവിനെ പങ്കെടുപ്പിക്കുന്നുവെങ്കിൽ അതിൽ അഭിമാനമല്ലേ തോന്നേണ്ടിയിരുന്നത്? സംസ്ഥാന സമ്മേളന ശേഷം പ്രായപരിധി മാനദണ്ഡം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPIM നേതൃത്വത്തെ വിമർശിച്ചതാണോ സഖാക്കളെ ചൊടിപ്പിച്ചത്? SFI നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള കവിതയാണോ ഈ അസഹിഷ്ണുതയ്ക്ക് കാരണം? CPIM-ന്റെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന സുധാകരന് ലഭിക്കുന്ന സ്വീകാര്യതയാണോ അസ്വസ്ഥതപ്പെടുത്തുന്നത്? സുധാകരനെ കുലംകുത്തിയാക്കുന്നു എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ M ജയചന്ദ്രൻ CPIM സഹയാത്രികൻ, ശ്രീ KC ഉമേഷ് ബാബു ഇടത് നിരീക്ഷകൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ്, ശ്രീ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവർ ആണ്. ആദ്യം ശ്രീ ജയചന്ദ്രൻ, CPIM-ന്റെ നിരവധിയായ വേദികളിലേക്ക് രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് വലതുപക്ഷ നേതാക്കളെ, കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളെ പലപ്പോഴായി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് KPCCയുടെ ഒരു പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്? എന്താണ് ഇത്രമേൽ വലിയ സൈബർ അറ്റാക്കിങ്ങിന് കാരണം? ഇത് വാസ്തവത്തിൽ സുധാകരനെതിരെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ചില ഈ സൈബർ പോസ്റ്റുകൾ ഞാനും കണ്ടിരുന്നു. അങ്ങനെ നടക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ് സുധാകരനോട് കാണിക്കുന്നത്. ഇത് ചില പാർട്ടി നേതാക്കൾ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പ്രധാനമായും പറയാനുള്ളത്. അവരതിൽ നിന്ന് പിന്തിരിയുകയാണ് ഉടൻ വേണ്ടത്. കാരണം എന്താണ് സുധാകരൻ എന്നറിയാത്തവരല്ല ഈ ചെയ്യുന്നത്. താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ എഴുതിയ കവിതയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ തലക്കെട്ട് പ്രകോപനമായിരിക്കാം അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ആയിരിക്കാം. അതായത് കുന്തവും കുടചക്രവും എന്ന തലക്കെട്ടായിരിക്കാം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ ആ പറഞ്ഞതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായിരിക്കാം. ഏതായാലും സുധാകരനോട് കാണിക്കേണ്ട മനുഷ്യത്വം, ഈ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബോധപൂർവം മനുഷ്യത്വം, ഈ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന നേതാക്കളെ അടക്കം നേതാക്കന്മാരാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ജി സുധാകരൻ എന്ന് ആലപ്പുഴ ജില്ലക്കാർക്കെങ്കിലും അറിയാം. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനാണ്, അതെനിക്ക് കൂടുതൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത്. സുധാകരനെതിരെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉറഞ്ഞുതുള്ളുന്ന ഈ പോരാളികൾ എന്തുകൊണ്ടാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കൃഷ്ണദാസിനെ പങ്കെടുപ്പിച്ച് സെമിനാർ നടത്തിയല്ലോ ഇവർ? എന്താണ് ഈ തുള്ളൽ കാണാത്തത്? കൃഷ്ണദാസ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഇപ്പോഴും RSSന്റെയും BJPയുടെ സമുന്നതനായ നേതാവല്ലേ? ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ? അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്ത് സെമിനാറിലാണെങ്കിലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെന്താ ഇവരാണ് സ്വീകരിക്കാതിരുന്നത്? സ്വീകരിക്കണ്ടേ? അപ്പൊ അതല്ല, അത് വ്യക്തിവിരോധമാണ് തീർക്കുന്നത് ചില ഈ കുട്ടിക്കുരങ്ങന്മാരിലൂടെ, കോമാളി വേഷങ്ങളിലൂടെ. അത്തരം കോമാളി വേഷങ്ങളുടെയും കുട്ടിക്കുരങ്ങന്മാരുടെയും പ്രവർത്തികൾ കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്
ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാർട്ടി തന്നെയായിരിക്കും എന്ന് ഇനിയെങ്കിലും ഈ നേതാക്കന്മാരും അവരുടെ കിങ്കരന്മാരും മനസ്സിലാക്കിയാൽ ആ പാർട്ടിക്ക് അത്രയും നല്ലത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ശ്രീ എം ജയചന്ദ്രൻ, അതിൽ ഞാൻ അല്പം കൂടി വ്യക്തത വരുത്തുന്നതിന്, ഇതിപ്പോൾ ഈ കവിതയെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ ആ തലക്കെട്ട്, ആ ശീർഷകം എന്നത് സജി ചെറിയാൻ എന്ന നേതാവിനാണ് കൊള്ളുന്നുവെങ്കിൽ കൊള്ളേണ്ടത്. അപ്പോൾ ഇപ്പോഴിത് ഈ തരത്തിൽ സൈബർ ഇടത്തിൽ വലിയ തോതിൽ ജി സുധാകരനെ അറ്റാക്ക് ചെയ്യുന്നത് സജി ചെറിയാനോട് ചേർന്ന് നിൽക്കുന്നവരും അവരുമായി അടുപ്പമുള്ളവരും എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, എന്ന് വേണമോ മനസ്സിലാക്കാൻ എന്നോട് ചോദിക്കേണ്ട. ആ ചോദ്യത്തിന് താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാം എന്ന് ഞാൻ മറുപടി പറയൂ. അതേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതിലൊന്നും എനിക്ക് വിരോധമില്ല. ബാക്കിയെല്ലാം അനുമാനത്തിന് വിടുന്നു. ഏതായാലും സുധാകരൻ എന്താണെന്നുള്ളതും സുധാകരൻ അവിടെ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് അത് ഇപ്പോഴും ആർക്കും യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടുന്ന പ്രസംഗമാണ് സുധാകരന്റെ പിന്നെ KPCC ഹാളിൽ നടത്തിയ പ്രസംഗം. എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതെങ്കിലും ഈ ഇങ്ങനെ ഞരങ്ങി മൂടി നടക്കുന്നവർ മനസ്സിലാക്കണ്ടേ? എന്താണ് ആ പ്രസംഗത്തിന്റെ പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ 100ാം വാർഷികം. അത് പിന്നെ ആ ഒരു പരിപാടിക്ക് KPCC ആ പരിപാടി ആചരിക്കുമ്പോൾ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, CPIM ഇപ്പോഴും CPIM മെമ്പറാണ്, CPIMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ആലപ്പുഴ DC ബ്രാഞ്ച് എന്നാണ് അതിന് പേര് തന്നെ. ആലപ്പുഴ DC ബ്രാഞ്ചിലെ മെമ്പറാണ് ജി സുധാകരൻ. ആ ജി സുധാകരനെതിരെയാണ് ഈ സൈബർ ആക്രമണം. ആ ജി സുധാകരനെ ഇത്ര ഒരു പരിപാടി KPCC വിളിക്കുമ്പോ ആരൊക്കെയാണ് അതിലുള്ളത്? പ്രധാനപ്പെട്ട KPCC നേതാക്കൾ എല്ലാം ഇല്ലേ? ആ പരിപാടിയിൽ ജി സുധാകരനെ വിളിക്കുന്നത് ജി സുധാകരൻ എന്ന CPIM നേതാവിന് കിട്ടുന്ന അംഗീകാരമായിട്ട് കാണാൻ എന്തേ ഇവരുടെ ഈ പിന്നെ വക്രബുദ്ധികൾക്ക് കഴിയുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സുധാകരൻ നിങ്ങൾക്ക് കാര്യകാരണ സഹിതം വിമർശിക്കുന്നതിന് ഞാനും കൂടും, ഞാനും അതിനോട് യോജിക്കും. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. അദ്ദേഹത്തെ ഇങ്ങനെ ഇകഴ്ത്താനും തറടിക്കാനുമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ പരസ്യമായി വീണ്ടും പലതും വിളിച്ചു പറയാൻ പിന്നെ ഞാനടക്കമുള്ളവർ തയ്യാറായേക്കും എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. അതൊന്നും നേരായ വഴിയിലുള്ള പോക്കല്ല. പാർട്ടി CPIM എന്ന പാർട്ടി ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമമായിട്ട് കാണാനേ കഴിയില്ല സുധാകരനെതിരെയുള്ള ഈ ആക്രമണം. വളരെ ശക്തിയായിട്ട് തന്നെ ഞാൻ ഇതിന്റെ പുറകിലുള്ള എല്ലാ ഈ കുരുട്ടുബുദ്ധികളെയും ശക്തിയായി ഞാൻ അതാണ് അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ എനിക്ക് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിന് പിന്നിലുള്ള കുരുട്ടുബുദ്ധികൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ആലപ്പുഴയിലെ പാർട്ടി സഖാക്കളുടെ ഒരു പൊതുവികാരമായി കാണേണ്ടതില്ല. ഇത് ഒരു വിഭാഗത്തിൻ്റെ, താങ്കൾ ഈ പറഞ്ഞ ഭാഷ തന്നെ കടമെടുത്താൽ ഈ കുരുട്ടുബുദ്ധിക്കാരുടെ ഒരു വിഭാഗത്തിന്റെ മാത്രം വിമർശനങ്ങളായി കണ്ടാൽ മതി. ആണെന്നേ, നിസ്സംശയം അങ്ങനെ തന്നെയാണ്. സുധാകരൻ പാർട്ടിക്ക് അനഭിമതനായിട്ട് പോലും ഇല്ല, അനഭിമതൻ പോലും ആയിട്ടില്ല സുധാകരൻ. എന്നിട്ടല്ലേ പാർട്ടി വിരുദ്ധനാകുന്നത്? അനഭിമതനു ശേഷമാണല്ലോ പാർട്ടി വിരുദ്ധനാകേണ്ടത്. ആ അനഭിമതൻ പോലും ആയിട്ടില്ല ജി സുധാകരൻ. സുധാകരൻ അസുഖമായിട്ട് കിടന്നപ്പോൾ പിന്നെ പിണറായി വിജയൻ ഫോണിൽ 2 തവണ വിളിച്ചന്വേഷിച്ചു. ഗോവിന്ദ മാഷ്, MA ബേബി അടക്കമുള്ളവർ വീട്ടിൽ ചെന്ന് കണ്ടു. ഇതൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണേ. ആ സുധാകരനാണ് KPCC ഒരു യോഗത്തിന് വിളിച്ച ഉടനെ പാർട്ടി വിരുദ്ധനാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത്. ഇത്തരം ചില വേതാളങ്ങൾ ഈ അവരുടെ വൈകാരിക പ്രവർത്തികളോടൊന്നും ഒരു കാരണവശാലും ഒരു നഖത്തിന്റെ നീളം പോലും യോജിക്കില്ല. ഒരു സംശയമില്ല, ഞാൻ തറപ്പിച്ച് തന്നെ തീർത്ത് പറയുകയാണ്. പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതില്ലേ? അങ്ങനെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതായത് ജി സുധാകരനെ പോലെ ഒരു CPIM നേതാവ് കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പാർട്ടി പറയണം. അങ്ങനെ ഒരു വിയോജിപ്പ് എവിടെയും നമ്മൾ കണ്ടില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കുമ്പോൾ വലിയ തോതിൽ ഇതിപ്പോൾ എടുത്തു പറയേണ്ടത് ഈ യുവജന സംഘടനകളിൽപ്പെട്ടവർ അടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ വരുന്ന, പാർട്ടിക്ക് വിലക്കാൻ സാധിക്കുന്ന, പാർട്ടിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്ന, അരുത് എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളടക്കമാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം ശ്രീ ജയചന്ദ്രൻ? പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകണമെന്നും പറയാൻ പറ്റില്ല. ഇത് പാർട്ടി ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മുൻ നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, കേരളമെമ്പാടും വ്യാപകമായ പിന്നെ ജനസ്വാധീനവും അംഗീകാരവുമുള്ള നേതാവാണ്. പക്ഷേ പാർട്ടി സംഘടനാപരമായിട്ട് പറയുമ്പോൾ അദ്ദേഹം ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു എതിർപ്പും ഇല്ലെന്നേ. ഈ നിമിഷം വരെ എതിർപ്പില്ല. എതിർപ്പുണ്ടെങ്കിലല്ലേ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിർ പ്രസ്താവന ഇറക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില പിന്നെ ഈ സാമൂഹ്യ
സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാർ അക്കാര്യത്തിൽ ഇടപെട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതായിട്ട് നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതെനിക്കറിയാം, ഞാനും ചിലരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അത് സംബന്ധിച്ച് നോക്കാം, ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം. ഏതായാലും ഇപ്പോ അത് പ്രതികരിക്കേണ്ട ഒരു വിഷയമായി പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ വസന്ത് തെങ്കമ്പള്ളി, ഇതിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയുടെ വാർഷിക ദിനത്തിൽ ആണ് ജി സുധാകരനെ പങ്കെടുപ്പിച്ചത്. സി ദിവാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ആ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ സുധാകരനെ വെട്ടിലാക്കുന്ന ഒന്നായി മാറിയോ ഈ KPCCയുടെ പരിപാടി? അങ്ങനെ ഈ ചിലപ്പോഴെങ്കിലും പറയുമല്ലോ ഇത്തരം ക്ഷണമൊക്കെ ചില രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയൊക്കെ ഉള്ള നീക്കങ്ങളാണ് എന്ന്. അങ്ങനെയൊരു ദുഷ്ടലാക്കുണ്ടായിരുന്നോ കോൺഗ്രസിന്? അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, ശശി തരൂരിന്റെ ഒരു ലേഖനം വരുന്നതിന്റെ പിറ്റേ ദിവസം ഒരു പരിപാടി നടത്തി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അതിന് ഇവിടെയൊന്നും കിട്ടാഞ്ഞിട്ട് ആഫ്രിക്കയിൽ പോയി ഹനനം നടത്തി ഒരു പേര് കൊണ്ടുവന്നിട്ട് ആദ്യം ശശി തരൂരിനെ പോയി ക്ഷണിക്കുകയും നാണം കെട്ട് ഒടുക്കം അത് നടത്താതിരിക്കാൻ പറ്റാതെ വന്ന് ഡിവൈഎഫ്ഐ നടത്തിയ പരിപാടി പോലെ അല്ല KPCCയുടെ പരിപാടി. നോക്കൂ, കഴിഞ്ഞ വർഷം ഞങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം തെലങ്കാന മുഖ്യമന്ത്രി അടക്കം വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ വൈക്കത്തേക്ക് ഒഴുകിയെത്തി. അത് KPCCയുടെ പരിപാടി ആയിരുന്നുവെങ്കിലും KPCCയുടെ സാംസ്കാരിക സംഘടനകളാണ് സംഘടിപ്പിച്ചതെങ്കിലും അതിൽ പങ്കെടുത്തവർ വിവിധ രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ടായിരുന്നു. സാംസ്കാരിക മേഖലകളിൽ നിശിതമായി ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു. നോക്കൂ, ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം ഡിസംബർ വരെ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ 100ാം വാർഷികം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. KPCCയുടെ 2024-25 വർഷത്തെ പ്രകടന പത്രികയിൽ പ്രകടന പരിപാടികളിൽ വളരെ കൃത്യമായി KPCC യോഗം അംഗീകരിച്ച പരിപാടികൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഇന്നലത്തെ പരിപാടി. ആ പരിപാടിയിലേക്ക് സ്വാഭാവികമായും ജി സുധാകരനെ ക്ഷണിച്ചു. ജി സുധാകരൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, CPI നേതാവില്ലായിരുന്നു. ജി സുധാകരന്റെ 19.28 സെക്കൻഡ് 19 മിനിറ്റും 28 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ എവിടെയെങ്കിലും CPM-നെതിരെ ഒരു വാക്ക് ജി സുധാകരൻ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ CPI നേതാവായിരുന്ന സി ദിവാകരൻ നിശ്ചിതമായി അദ്ദേഹത്തിന്റെ ഏതാണ്ട് 15 മിനിറ്റത്തെ പ്രസംഗത്തിൽ ഏതാണ്ട് 10-12 മിനിറ്റോളം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ സരസമായി, വളരെ രസികരമായി സർക്കാരിനെ പിൻ പോയിന്റ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. CPI നേതൃത്വത്തിൽ ആരും അദ്ദേഹത്തെ വിമർശിച്ചില്ലല്ലോ. CPIയുടെ ഒരു സൈബർ സഖാക്കളും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലല്ലോ. എന്നാൽ ജി സുധാകരൻ, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19 മിനിറ്റും 28 സെക്കൻഡ് സംസാരിച്ചതിൽ CPM-നെതിരായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ 19 മിനിറ്റിലും 28 സെക്കൻഡിലും 15.25 മിനിറ്റോളം RSS-നെതിരായാണ് സംസാരിച്ചത്. ആ 15.25 മിനിറ്റോളം 15 മിനിറ്റും 1/4 സെക്കൻഡുകളോളം അദ്ദേഹം സംസാരിച്ചത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായാണ്. ഗാന്ധിയുടെ ഇന്നത്തെ പ്രസക്തിയെ പറ്റിയാണ്, ഗുരുദേവന്റെ ഇന്നത്തെ പ്രസക്തിയെ പറ്റിയാണ്. അപ്പോൾ ചില സഹാക്കൾക്ക് അങ്ങ് കൊണ്ടു. അതായത് RSS-നെ പറഞ്ഞാൽ, സംഘപരിവാരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് ഇളകും എന്നുള്ള രീതിയിലാണ് ഈ കടന്നൽ കൂട്ടം ആക്രമിക്കുന്നത്. ഈ സൈബർ സഖാക്കൾക്ക് എന്ത് ഗാന്ധി, എന്ത് ഗുരുദേവൻ, എന്ത് അങ്ങനെ പറയാൻ സാധിക്കുമോ? ഈ സൈബർ സഖാക്കളുടെ പോസ്റ്റ്, ഞാനത് ആവർത്തിക്കുന്നത്, ഈ പോസ്റ്റ് ഏതാണ്ട് ഒരേ കണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ആ പോസ്റ്റ് ആരംഭിക്കുന്നത്. KPCCയുടെ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സാർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണമായിരുന്നു, അവിടെ മാലയിട്ട് തൂക്കിയ ഒരു ഫോട്ടോ കാണാം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളല്ല കോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ആ രക്തസാക്ഷിയാണ് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിച്ചത് CPM ആണ്. ജി സുധാകരൻ, അദ്ദേഹത്തിന്റെ സഹോദരനായി സുധാകരനെ വിജയിപ്പിച്ചതും മന്ത്രിയാക്കിയതും ഒക്കെ പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ RSS-മായി എങ്ങനെയാണ് ചേർത്ത് വെക്കാൻ സാധിക്കുക, ശ്രീ വസന്ത്? അല്ല ശ്രീ അഭിലാഷ്, ഇതൊരു ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു ആ ആക്രമണത്തിന് കമാൻഡ് കൊടുത്ത ക്യാപ്റ്റൻ ആരാണെങ്കിലും വളരെ ക്ലിയർ ആണല്ലോ. ആ ആക്രമണത്തിന് കമാൻഡ് കൊടുത്ത ക്യാപ്റ്റൻ, കഴുകൻ, സൂര്യൻ, അത് ആരാണെങ്കിലും അയാൾക്ക് RSS-നെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ജി സുധാകരൻ അവിടെ വന്ന് ആകപ്പാടെ CPM-നെ പറ്റി പറഞ്ഞത്, താങ്കൾ പറയുന്ന ക്യാപ്റ്റനും കഴുകനും സൂര്യനും ആകണമെന്നുണ്ടോ? കാരണം ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയം കൂടി അതിൽ പ്രധാനപ്പെട്ടതല്ലേ? അല്ല,
ക്യാപ്റ്റനും കഴുകനും ഈ പറയുന്ന സൂര്യനും ഒക്കെ ഇഷ്ടമുള്ള ചന്ദ്രനും കാക്കയും ഒക്കെ ആണെങ്കിലോ? ഈ പറയുന്ന അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആലപ്പുഴയിലെ ജി സുധാകരനെതിരെ കുറെ കാലങ്ങളായി പട നയിക്കുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിനെതിരെ കുറെ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് വ്യതിയാനം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, ഇടതുപക്ഷ നയവ്യതിയാനം ഉണ്ടാകുമ്പോൾ അത് തുറന്നു കാണിക്കുന്നതിന്റെ പേരിൽ, ഒരു വിസിൽ ബ്ലോവറായി ആ പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കടന്നിട്ട് ആക്രമിക്കുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഭരണഘടനയെ RSS പോലും പറയാൻ നാണിക്കുന്ന രീതിയിൽ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയില്ലേ? സജി ചെറിയാനല്ലേ? അതാണ് ഞാൻ കണക്ട് ചെയ്തത്. അതായത് RSSനെ ജി സുധാകരൻ പറഞ്ഞാൽ സജി ചെറിയാനും ടീമിനും ഇഷ്ടപ്പെടില്ല. അതേ RSS എങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്നോ, എങ്ങനെ പറയാൻ അറച്ചു നിൽക്കുന്നോ, അതിനേക്കാൾ വൃത്തിക്ക് ഇന്ത്യൻ ഭരണഘടനയെ, ഗാന്ധിയെ, ഗുരുദേവനെ, ഇവിടുത്തെ സെക്കുലർ പൊളിറ്റിക്സിനെ വളരെ മോശമായി വക്രീകരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഈ ഓപ്പോസിറ്റ് വിങ്ങിന് സാധിക്കുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് വിങ് എന്ന് പറയുമ്പോ സജി ചെറിയാൻ ആറ് ടീമിലാണ് അഭിലാഷ്. സജി ചെറിയാൻ പിണറായിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. സജി ചെറിയാൻ പിണറായിസ്റ്റും ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റുമാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചോദിക്കട്ടെ, KPCCയുടെ പരിപാടിക്ക് ഇദ്ദേഹം വന്നപ്പോ പാർട്ടി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നോ പോകരുതെന്ന്? എതിർകക്ഷിയുടെ പരിപാടിയിൽ പോകരുതെന്നും? ഞങ്ങളുടെ എത്രയോ നേതാക്കളെ വിവിധ കാലങ്ങളിൽ ഇവർ കത്ത് കൊടുത്ത് ക്ഷണിക്കാറുണ്ട്. ലീഗിനെ വിളിക്കാറില്ലേ? ശശി തരൂരിനെ വിളിച്ചിട്ടില്ലേ? വിളിച്ചുകൊണ്ട് പോയി ശ്രീ തോമയെ അവിടെ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി 35 ലക്ഷം രൂപ പ്രതിമാസം കൊടുക്കുന്നില്ലേ? ഇല്ലേ? ഞങ്ങളുടെ നേതാവായിരുന്നില്ലേ? ഇവർ ഒരു സെമിനാർ വിളിച്ചോണ്ട് പോയതല്ലേ? അപ്പൊ ഞങ്ങളാരും സെമിനാറിലേക്ക് വിളിച്ചു വരുത്തി പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. ഇവർ മനസ്സിലാക്കേണ്ടത്, ജി സുധാകരൻ വളരെ കൃത്യമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിക്കുണ്ടാവുന്ന ഇടതുപക്ഷ വ്യതിയാനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. KV തോമസിനെ പോലെ വളരെ ഒരു ബൂർഷ നയമുള്ള ലെഫ്റ്റ് തിങ്കിങ് ആണ് ഞാൻ പറയുന്നത്. ബൂർഷ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ പെൻഷനുമേൽ ആ പെൻഷൻ മേടിക്കും. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് സർക്കാരിന്റെ ലൈസൺ ഓഫീസർ എന്ന നിലയിൽ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന KV തോമസിനെ വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജില്ലയ്ക്കുള്ളിലും സംസ്ഥാനത്തും നടക്കുന്ന പാർട്ടിക്കുള്ളിലെ ഈ പറഞ്ഞ ഇടതുപക്ഷ വ്യതിയാനത്തെ വിമർശിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സീനിയർ നേതാക്കളെ പിന്തള്ളി മിനിഞ്ഞാന്ന് മാത്രം വന്ന് 2 MLAയും അതിലൊരിക്കലും മന്ത്രിയുമായ വീണ ജോർജിനെ വിമർശിക്കുന്നു. ഇങ്ങനെ ഇടതുപക്ഷ വ്യതിയാനത്തെ വിമർശിക്കുന്ന ഒരാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കുപോലെ ആ പാർട്ടിക്കുള്ളിൽ ഒരു വിസിൽ ബ്ലോവറായി നിലകൊള്ളുന്ന ഒരാളെ കടന്നിട്ടാക്കുന്നതിലൂടെ എന്ത് ചിന്തയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം മുമ്പോട്ട് വെക്കുന്നത്? ഈ പാർട്ടി എന്ന് വെച്ചാൽ പിണറായിയുടെ കൂടെ ഗോഗുവ വിളിക്കുന്ന കുറച്ച് മന്ത്രിമാരും കുറച്ച് കിങ്കരന്മാരും മാത്രമായി മാറിയിരിക്കുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകളില്ല, എല്ലാം പിണറായിസ്റ്റുകളാണ്. ആ പിണറായിസ്റ്റുകൾ മാത്രം അവിടെ നിലകൊണ്ടാൽ മതിയെന്നും 4 ചീത്ത വിളിച്ചാൽ ജി സുധാകരൻ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നുമാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു കാര്യം ക്ലിയർ ആയി, അദ്ദേഹം ഇന്നലെ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ നീണ്ട പ്രസംഗത്തിനിടയിൽ ഒരേ ഒരു തവണയാണ് CPM-നെ പറ്റി പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിക്കില്ല, എന്റെ പാർട്ടിക്കെതിരായി ഒന്നും ഞാൻ പറയില്ല എന്നാണ്. അങ്ങനെ ാതിരുന്നതിന്റെ പേരിൽ, RSSനെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചേക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ അനാഥത്വം അനുഭവിക്കേണ്ടി വരില്ല എന്ന് വളരെ കൃത്യമായി കോൺഗ്രസിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. ശ്രീ KC ഉമേഷ് ബാബു, അതായത് ഇവിടെ ജി സുധാകരനെ പോലെ ഒരാൾ അദ്ദേഹം KPCCയുടെ വേദിയിലും പ്രസംഗിച്ചത് താൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ വസന്തിന്റെ അവസാനത്തെ സെന്റൻസ് അദ്ദേഹം അനാഥനാവില്ല എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്ത് തന്നെയായാലും വസന്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രയോഗമുണ്ട്. അതായത് ഇതൊരു പിണറായിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള പോരായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്ന്. ഇപ്പോൾ ജി സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായി കമ്മ്യൂണിസ്റ്റിനകത്ത് നിന്നുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം SFI അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും മൂല്യച്യുതിയുമായി ബന്ധപ്പെട്ട് എഴുതിയ കവിതയുടെ ശീർഷകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. KV തോമസിന് നൽകുന്ന ശമ്പളം അദ്ദേഹം CPIM-കാരെ മത്സരിച്ച് പരാജയപ്പെടുത്തി ഒരു കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തെ ഡൽഹിയിൽ പിടിച്ചിരുത്തുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ, അതുകൂടാതെ ലഭിക്കുന്ന അലവൻസുകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുമ്പോൾ അതിലിടം ലഭിച്ചവരുടെ പ്രായമടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ വസന്ത് സൂചിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു ഏറ്റുമുട്ടൽ ആണോ ഇപ്പോൾ നടക്കുന്നത്? അതിൻ്റെ പ്രതിഫലനമാണോ ഈ സൈബർ സഖാക്കളുടെ സൈബർ ഇടങ്ങളിൽ നമ്മൾ കാണുന്നത്? അല്ല, ഞാനിത് അതൊക്കെ ഉണ്ടാവും. CPM അല്ല, CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഈ പറയുന്ന പഠന പിണക്കങ്ങൾ
അതിന്റെ പുറത്തുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ, അതിന്റെ പേരിൽ ആളുകളോട് വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതേസമയത്ത് ഈ പറയുന്ന നേരത്തെ സംസാരിച്ച ചെറുപ്പക്കാരൻ, അദ്ദേഹം ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ടാണ് ജി സുധാകരൻ അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ തനിച്ച് നിൽക്കാനും തനിച്ച് സംസാരിക്കാനും തനിച്ച് കേരളത്തെ തന്റെ നിലപാട് ബോധ്യപ്പെടുത്താനും ശേഷിയുള്ള വളരെ അപൂർവ ആളുകളെ ഉള്ളൂ. അതിലൊരാളാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരന് കഴിഞ്ഞ കുറെ വർഷമായിട്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ മന്ത്രിപദമൊക്കെ നഷ്ടപ്പെടുകയും MLA സ്ഥാനമൊക്കെ ഉപേക്ഷിക്കുകയും പിന്നീട് ഈ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം ജി സുധാകരന്റെ ശബ്ദം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഞാൻ നിങ്ങളുടെ ഇപ്പോഴുള്ള മാധ്യമപ്രവർത്തകരെ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ വിചാരിക്കുന്നവരുടെ വക്താക്കൾ വിചാരിക്കുന്ന പോലെയല്ല, കേരളത്തിൽ തനിച്ചു നിൽക്കാൻ, കേരളത്തോട് സംസാരിക്കാൻ ശേഷിയുള്ള കുറച്ച് മനുഷ്യന്മാർ മാത്രമേ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ളൂ. അതിലൊരാളാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരന് ആരുടെയെങ്കിലും പിന്തുണയും അല്ലെങ്കിൽ സഹായവും വേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നേയില്ല. അതാണ് ഇതിലൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് അതിനേക്കാൾ കവിഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ തർക്കങ്ങൾ, ഈ പറയുന്ന പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പാർട്ടിക്കകത്തെ ചർച്ച കുറിച്ചല്ല പറയുന്നത്. ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ ഒരു ലോജിക് ഉണ്ട്. അത് മനുഷ്യവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും സംസ്കാര വിരുദ്ധവുമാണ്. കാരണം അതിനകത്ത് കൊണ്ടുവരുന്ന ആശയം ഐത്തത്തിന്റെ ആശയമാണ്. അതാണ് പ്രശ്നം. അത് നമ്മുടെ മാധ്യമ ലോകവും മാധ്യമ പ്രവർത്തകരും ഒക്കെ പ്രധാനമായിട്ട് തിരിച്ചറിയണം. ഇതിന്റെ അകത്ത് ഒരു ഐത്തത്തിന്റെ ആശയമുണ്ട്. നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ അടുത്തേക്ക് കോൺഗ്രസിന്റെ വേദി പ്രസംഗിക്കാൻ പോയത്? അപ്പൊ നിങ്ങൾ ചുവരിൽ നോക്കണമെന്നാണ് എല്ലാവരും എഴുതി വെക്കുന്നത്. ഇത് ഷെയർ ചെയ്യുന്നവരൊക്കെ കേരളത്തിലെ CPM-ന്റെ പല ജാതി സംഘടനകളുടെ അണികളിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അത് അത്യന്തം ആവൽക്കരമായിട്ട് ഒരു ആശയമാണ്. കാരണം അത് ഐത്തത്തിന്റെ ആശയമാണ്. കേരളത്തിൽ വളരെ വ്യാപകമായി ഈ പറയുന്ന, നമ്മളത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാര് നടത്തുമ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിലെ ആപൽക്കരമായ സാഹചര്യം. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചേർന്നിട്ട് പലതരത്തിലുള്ള പുത്തൻ ഐത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ വേദിയെ കുറിച്ച് ആലോചിക്കുക. മലയാളിയുടെ ഒരേ ഒരു ഗുരുവായിട്ടുള്ള ഗുരു ശ്രീനാരായണനും മഹാത്മാവ് എന്ന് വിളിക്കുന്ന ഒരാളേ ഉള്ളൂ ലോകത്ത്, അത് മഹാത്മാഗാന്ധിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഓർക്കണം, മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ബദ്ധശത്രുവായ ഒരാളാണ് മഹാത്മാവിനെ ആദ്യമായിട്ട് മഹാത്മാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് പഴയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗംഭീരമായ ഒരു കാലത്തിന്റെ, അതാണ് ജനാധിപത്യം അന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്റെ രാഷ്ട്രീയത്തിലെ എതിരാളിയാണെങ്കിലും ഗാന്ധി മഹാത്മാവാണ് എന്ന് തീരുമാനിക്കാൻ സുഭാഷ് ചന്ദ്രബോസിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഗാന്ധി മാത്രമേ മഹാത്മാവായിട്ടുള്ളൂ എന്നങ്ങനെയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിന്റെ ചരിത്രം കഴിഞ്ഞാൽ ഒരു മഹാത്മാവും ഒരു ഗുരുവും മാത്രമേ ഉള്ളൂ. അവരെന്തുകൊണ്ടാണ് ഒരു മഹാത്മാവ് ഒരു ഗുരുവുമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഗതികളെയൊക്കെയാണ് അവർ നേരിടാൻ പുറപ്പെട്ടത്. ഈ പറയുന്ന ഐത്തത്തെ, ജനാധിപത്യ വിരുദ്ധതയുടെ സർവ്വ അടയാളങ്ങൾ. ഒരുപക്ഷെ ഗാന്ധിയെ തിരുത്തുന്ന ഒരു സമീപനമാണ് ഈ പറയുന്ന ഗുരു സ്വീകരിച്ചതെന്നൊക്കെ നമുക്കറിയാം. ഗുരുവിനെ കണ്ടു മടങ്ങിയ ഗാന്ധി അതെല്ലാവരും ഒരു 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 വാക്യം പോലെ ഇങ്ങനെ ഉരുവിട്ട് നടക്കാറുണ്ട്. പക്ഷെ പറയുന്നത് എന്താണ് നമ്മൾ ഓർക്കാറില്ല. എല്ലാ പത്രത്തിലും വരാറുണ്ട്. ഈ ഗുരുവിനെ കുറിച്ച്, വാസ്തവത്തിൽ ഗുരു ശ്രീനാരായണനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ധാരാളം ആയിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നും. കാരണം വെച്ചാല് ഈ ഗുരു ശ്രീനാരായണനെ കണ്ടു മടങ്ങിയ ഒരാളും പിന്നീട് അവരായിരുന്നില്ല, അവിടെ ചെന്ന ഒരാളല്ല മടങ്ങിപ്പോയത്. അത് ഗുരുവിനെ കുറിച്ചുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യുക്തി, ഇതൊക്കെ ചേർന്ന് മനുഷ്യനെ എങ്ങനെയാണ് പുതുക്കി പണിയേണ്ടതെന്ന് അറിഞ്ഞിരുന്ന ഒരു ഗുരുവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം നാം ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പഴമയുടെ ആശയങ്ങള്, മോഡേണിറ്റിയുടെ നിലപാടാണ്, ആധുനികതയുടെ നിലപാടാണ്, ജനാധിപത്യത്തിന്റെ നിലപാടാണ് ഒരുപക്ഷെ ആംഗല ഭാഷ പരിചയമില്ലാതിരുന്ന ആ മനുഷ്യൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ദൈവനിഷേധിയായിരുന്ന, വളരെ പ്രസിദ്ധനായിട്ടുള്ള ദൈവനിഷേധി, യുക്തിവാദിയായിരുന്ന സഹോദരൻ അയ്യപ്പനെ തന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിട്ട് അദ്ദേഹം ചേർത്ത് പിടിച്ചത്. അദ്ദേഹം നിഷേധിച്ചത് തന്റെ ആശയങ്ങളാണെന്ന് അറിയാതെയല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞതിനെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് എഴുതിയ, പ്രസംഗിച്ചു നടന്ന, പ്രചരിപ്പിച്ചു നടന്ന സഹോദരൻ അയ്യപ്പ മാഷയാണ് ഗുരു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് ചേർത്ത് പിടിച്ചത്. ഈ ലോകമാണ് ഉണ്ടായിരുന്നത്. ഗുരു 28-ൽ മരിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചിട്ടല്ല. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്. അതുകൊണ്ട്
നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുക, അതിന്റെ ഒരു വാർഷികത്തിന്, അതിന്റെ ഒരു ശതാബ്ദിക്ക്, എന്ന് വെച്ചാൽ ഇന്ത്യൻ ചരിത്രത്തിലെ, കേരളത്തിന്റെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു സംഭവത്തിന്റെ ഒരു 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 വലിയ പ്രക്രിയയുടെ ശതാബ്ദിക്കയുടെ സമ്മേളനത്തിന് അത് സംഘടിപ്പിച്ച കോൺഗ്രസ്സുകാര് സുധാകരനെ പോലെ ഒരാളെ വിളിച്ചു എന്നുള്ളത് ഒരു വലിയ അടയാളമാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സുധാകരൻ വരണം എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ച കോൺഗ്രസ്സുകാരനെ തിരുത്താൻ. കാരണം സുധാകരൻ ആരാണെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയ ആൾക്കറിയാം. കാരണം കേരളത്തിൽ ഞാൻ പറഞ്ഞു, തനിച്ച് നിൽക്കാനും തനിച്ച് സംസാരിക്കാനും കേരളത്തെ മലയാളികളെ കേൾപ്പിക്കാനും ശേഷിയുള്ള അപൂർവ ആളുകളുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും ഉള്ള തിരിച്ചറിവോട് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയത്. ഈ ജനാധിപത്യത്തിന്റെ ഒരു 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 യഥാർത്ഥമായിട്ടുള്ള പരസ്പരം സംസാരിക്കുകയും പരസ്പരം ആശയപരമായി എതിർക്കുകയും പരസ്പരം ആശയപരമായി തർക്കിക്കുകയും അപ്പോഴൊക്കെയും സാഹോദര്യം നിലനിർത്തുകയും, കാരണം അയ്യപ്പ മാഷയുടെ സംഘടനയുടെ പേര് സാഹോദര്യ സംഘം എന്നാണ്, സഹോദര സംഘം എന്നാണ്. അദ്ദേഹം നടത്തിയ പത്രത്തിന്റെ പേര്, ഇതൊക്കെ ഈ ദിവസം പറയേണ്ടി വരുന്ന അദ്ദേഹം നടത്തിയ പത്രത്തിന്റെ പേര് സഹോദരൻ എന്നാണ്. 50കളുടെ മധ്യം വരെ നിലനിന്നിരുന്ന പത്രമാണ് കേരളത്തിൽ. ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പലതും പറയുമ്പോൾ അതിലെ ഒരു വലിയ ജനറേഷനെ, തലമുറകളെ ഈ പുരോഗമനത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ആശയങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോയ ഒരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിന്റെ സഹോദരൻ പത്രവും എന്നൊക്കെ നമ്മള് കേരളത്തിന്റെ ഈ ഗംഭീരമായ ചരിത്രത്തെ നമ്മൾ ഓർക്കണം. ഇത് ഞാൻ ഇന്ന് പറഞ്ഞേ മതിയാവുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സാഹോദര്യത്തെ, അല്ലെങ്കിൽ ആ ഐക്യത്തിന് ഇത് സംസ്ഥാന തലത്തിലടക്കമുള്ള നേതൃത്വം ആണ് അതിന് പിന്നിൽ എന്ന് വിലയിരുത്താൻ സാധിക്കുമോ? ശ്രീ ജയചന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതറിയാം. അവിടെ അദ്ദേഹം ഊന്നുന്നത് ചില തലക്കെട്ടുകളാകാം ചിലരെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ആലപ്പുഴയിലെ മാത്രം ഒരു വിഷയമായി നിർത്തണം. അതിനപ്പുറത്തേക്കാണോ താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്, ശ്രീ ഉമേഷ് ബാബു? അല്ല, ഞാൻ അതാണ് പറയുന്നത് സുഹൃത്തുക്കളെ. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സുധാകരന്റെ ഒരു സവിശേഷതയുണ്ട്. അദ്ദേഹത്തിന് എല്ലാ പദവികളും ഉപേക്ഷിച്ച ഒരാളാണ്. അദ്ദേഹം അങ്ങോട്ട് എഴുതി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എല്ലാ പദവികളും, അദ്ദേഹം MLA അല്ല, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലില്ല, അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം ആരുമല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരന്റെ ശബ്ദം അത് വലിയ പ്രശ്നമാണ് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തെ. ഈ സത്യം പറയാൻ ശ്രമിക്കുന്ന, വസ്തുതകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിസ്വാർത്ഥരും സത്യസന്ധരുമായിട്ടുള്ള മനുഷ്യർക്ക് കേരളം ഇപ്പോഴും വലിയ വലിയ പ്രാധാന്യം നൽകുന്നു. അല്ല, അവിടെയാണല്ലോ ഈ സഖാക്കൾ, അതായത് ഈ സൈബർ സഖാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. പാർട്ടിയാണ് സുധാകരനെ മത്സരിപ്പിച്ചത്, പാർട്ടിയാണ് ജയിപ്പിച്ചത്, പാർട്ടിയാണ് മന്ത്രിയാക്കിയത്. ഇത് പണ്ട് VS അച്യുതാനന്ദന് നൽകിയതുപോലുള്ള ഒരു ബക്കറ്റിലെ വെള്ളത്തിന്റെ മറ്റൊരു രൂപമാണല്ലോ. അതാണ് അല്ലെ. പക്ഷെ വാസ്തവത്തിൽ അതാണ് ഈ പറയുന്ന ശേഷി അദ്ദേഹത്തിന്റെ ഒരു സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു വ്യക്തിത്വ ശേഷി ഉണ്ടാക്കുന്ന ഒരു വലിയ അസഹിഷ്ണുതയാണ്. CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിനകത്ത് ഈ മനുഷ്യന്റെ ഒരു വ്യക്തിത്വ ശേഷി. അതാണ് പണ്ട് അച്യുതാനന്ദന്റെയും പ്രശ്നമായിരുന്നത്. അച്യുതാനന്ദൻ ഒറ്റയ്ക്ക് എന്നിട്ടാണ് നമുക്കറിയാലോ 2006 2011 ഒറ്റക്കുള്ള അച്യുതാനന്ദൻ ഒരു വശത്തും പാർട്ടി വേറൊരു വശത്ത് വരുന്നു. പക്ഷെ പാർട്ടി അവസാനം അച്യുതാനന്ദന് വഴങ്ങേണ്ടി വന്നു. ഈ ഒരു വ്യക്തിത്വ ശേഷി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഗുരുവിനെ കുറിച്ച് പറയുന്നത്, അയ്യപ്പ മാഷെ കുറിച്ച് പറയുന്നത്, അസംഖ്യ ആളുകളെ കുറിച്ച് പറയുന്നത്. ഈ വ്യക്തിത്വ ശേഷിയിലുള്ള ഒരു വലിയ അസഹിഷ്ണുത CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിലുണ്ട്. അതവർ പല ഘട്ടങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. അതിന്റെ ഒരു പുതിയ രൂപമാണ് ഇപ്പൊ വരുന്നത്. പക്ഷേ അത് മാത്രമാണ്, അതിലൊരു വലിയ പക്ഷയുണ്ട്. അങ്ങനെ സുധാകരനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു യുക്തി എന്ന് പറയുന്നത് അയിത്തത്തിന്റെ യുക്തിയാണ്. അതാണ് മാരകമായ ഒരു കാര്യം എന്ന് ഞാൻ വ്യക്തമാക്കാൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു പക്ഷേ ഈ ചർച്ചയിലേക്കടക്കം CPIM-ന്റെ പ്രതിനിധികളെ നൽകുന്നുണ്ടോ എന്ന് അവരുടെ സെന്ററുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നൽകിയത് വിചിത്രമായൊരു മറുപടിയാണ്. ഞങ്ങൾ ഇതുവരെയും ഈ വിഷയത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, പറഞ്ഞവരെ തിരുത്താനും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ സുധാകരനെ പോലെയുള്ള നേതാവ്, അവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വനവാസം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പറയേണ്ടത് കൊള്ളുന്ന രീതിയിൽ, അത് കവിതയിലൂടെയോ വാക്കുകളിലൂടെയോ ലേഖനത്തിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ പറയാറുണ്ട്. മാധ്യമങ്ങളോടും അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ സുധാകരന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്, ഒരു ജനകീയതയുണ്ട്. അതിനെ CPIM-ന്റെ നേതൃത്വം ഭയക്കുന്നുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഈ ഒരു ചർച്ചയിൽ
പങ്കെടുക്കാൻ പാർട്ടി ഔദ്യോഗികമായിട്ട് ഒരു പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതൊരു വിവാദമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി പാർട്ടിയുടെ ഒരു അഭിപ്രായ പ്രകടനത്തിനൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും മിനിമം നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യം. പാർട്ടി അതിനെ പിന്തുണയ്ക്കുന്നില്ല. ഈ സൈബർ ഘട്ടങ്ങളിൽ പോരാളികൾ മുന്നോട്ട് വെച്ച വാദങ്ങളോട് പാർട്ടി അതിനെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സുധാകരനെ ന്യായീകരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള കൺമുന്നിലുള്ള യാഥാർത്ഥ്യം. അതെ, ഇവിടെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് ശ്രീ ജയചന്ദ്രനെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇത്, അതായത് കുരുട്ടു ബുദ്ധികളുടെ ഒരു മനസ്സാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു, സുധാകരൻ ആരെന്നും എന്തെന്നും മനസ്സിലാക്കാനാവാത്ത സുധാകരൻ ഈ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് കൊടുത്ത സംഭാവനകൾ എന്തെന്നറിയാത്ത സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോ ശ്രീ ഉമേഷ് ബാബു കൃത്യമായി പറഞ്ഞതുപോലെ പാർട്ടിക്ക് അപ്പുറത്ത്, പാർട്ടിയുടെ ആ ഒരു പരിവട്ടത്തിന് അപ്പുറത്തും മലയാളി സമൂഹത്തോട് സംവദിക്കാനും അവരുടെ മനസ്സിൽ നിൽക്കാനും അവരുടെ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാനും കഴിയുന്ന ചുരുക്കം മനുഷ്യരിൽ ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹം വലിയ ബുദ്ധിജീവിയോ അല്ലെങ്കിൽ വലിയ എന്താ പറയാ വലിയ പദവികൾ, അദ്ദേഹം ഇടയ്ക്കുന്ന മന്ത്രിയായി പലവട്ടം MLA ആയി എന്നതിനപ്പുറത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ ജി സുധാകരന് കേരളത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരുടെ മനസ്സിലുമുണ്ട്. അദ്ദേഹം സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന, നാളെ എനിക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് സ്വന്തം അഭിപ്രായങ്ങളെ ഇന്നേ രൂപപ്പെടുത്തി നാളേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളല്ല, മറിച്ച് മനസാക്ഷിയുടെ സ്വരം കേൾക്കുകയും ആ മനസാക്ഷിക്ക് അനുസരിച്ച് സംസാരിക്കാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ്. ചുരുക്കം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് എന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. കാരണം ഇന്ന് നാം കാണുന്ന ഭൂരിപക്ഷം പേരും അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മനുഷ്യന്റെയൊക്കെ പ്രസക്തി ഏറ്റവും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് കോൺഗ്രസിലെ ശ്രീ ബസന്ത് പറഞ്ഞ അദ്ദേഹം അനാഥന ആകില്ല എന്ന് പറയുന്നത് അദ്ദേഹം വേറൊന്നും എന്റെ ചുവട് പിടിച്ച്, അതായത് ശശി തരൂരിനെതിരെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് ആ പ്രസ്താവനയുടെ പേരിൽ ശശി തരൂരിന് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം അനാഥനാവില്ല എന്ന് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞതിന്റെ ഒരു ചുവട് പിടിച്ചുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല, അതിനപ്പുറത്തേക്കൊന്നും അല്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിലും പറഞ്ഞു, ഞാൻ പാർട്ടിക്കെതിരല്ല, പാർട്ടിക്കെതിരായിട്ട് ഞാൻ ഒന്നും സംസാരിക്കില്ല, ഞാൻ ഇപ്പോഴും അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ തന്നെയാണ്, പാർട്ടിക്കാരനായതിനു ശേഷം ഞാൻ മറ്റെന്തോ ആകുന്നുള്ളൂ എന്ന് പറയാനുള്ള ആർജവും അദ്ദേഹം ഇപ്പോ വെറും ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ട് പോലും അദ്ദേഹത്തിന് ഈ പാർട്ടിയെ തള്ളി പറയാൻ അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ എതിരാളികൾക്ക് ആയുധമാകുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. പോകാതിരുന്നിട്ടും അദ്ദേഹത്തെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ, അദ്ദേഹം പാർട്ടിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ പ്രതികരണം, അദ്ദേഹത്തെ എങ്ങനെയൊക്കെ വറുത്ത് കോരുമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് ശ്രീ ജോർജ് പൊടിപ്പറ ഞാനിന്ന് ഇടപെട്ട് ചോദിക്കുന്നത്. സാധാരണ നിലയിൽ ഈ സൈബർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരം കടന്നൽ കൂട്ടങ്ങളായി അവർ മാറാറുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളുമായി പാർട്ടിക്കൊന്നും ബന്ധമില്ല എന്ന് പറയുമ്പോഴും ആ സ്രോതസ് എന്താണ് എന്നതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒന്നാണ്. ഇവിടെ ഈ ആക്രമണത്തെ, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിപ്പോൾ CPM-ലാണ് എങ്കിൽ പോലും ചില പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു പ്രദേശത്ത് അത് നമുക്കറിയാം, രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വളരെ കൃത്യമായി അറിയാം. അത്തരം ആക്രമണങ്ങളാകാം ഇത് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്ത് കൃത്യമായി, അതായത് പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന, ഞാൻ ആ സംഭവങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലെ സംസ്ഥാന സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന വിമർശനങ്ങൾ, ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു സ്വഭാവം നമുക്കറിയാം, ആ കമ്മിറ്റികളുടെ സ്വഭാവം നമുക്കറിയാം. പാർട്ടി ചിലരിലേക്കൊക്കെ കേന്ദ്രീകരിക്കുന്നു എന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മറ്റെവിടെയും കാണാത്ത ഒരു അസഹിഷ്ണുതയാണ് പലരോടും നേരത്തെ അങ്ങനെയെങ്കിൽ കാണിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഈ വിദേശ സർവകലാശാല വരുന്നുണ്ടല്ലോ. ഈ വിദേശ സർവകലാശാല വരുമ്പോൾ നമുക്കറിയാം അവിടെ പുഷ്പനെ പോലെയുള്ള രക്തസാക്ഷികളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് സർവകലാശാല വരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഇപ്പോൾ പാർട്ടിയുടെ വലിയ നേതാക്കളായി മാറുന്നുണ്ട്. അവിടെയൊന്നുമില്ലാത്ത, ഞാൻ ഏറ്റവും അടുത്തുള്ള ഒരു സംഭവം മാത്രം ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെയൊന്നുമില്ലാത്ത ഒരു കടന്നലാക്രമണം എന്തുകൊണ്ട് എന്നുള്ളതാണ്.
അഭിലാഷ്, ഇതിൽ അടിസ്ഥാനപരമായിട്ട് സുധാകരന് ഏറ്റവും അനഭിനന്ദനാകുന്ന എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. അദ്ദേഹം ഒരു പിണറായിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു പിണറായി ഭക്തനുമല്ല. പിണറായിക്ക് അപ്പുറമാണ് കമ്മ്യൂണിസം എന്നും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമെന്നും അതൊരു വ്യക്തിയെ കേന്ദ്രീകൃതമല്ല, അത് ലോകം കണ്ട ഏറ്റവും വലിയ ഐഡിയോളജിയാണ്, ഏറ്റവും വലിയ മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു സംഹിതയാണ്, തത്വസംഹിതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടോ ഏതെങ്കിലും വ്യക്തിയോടുള്ള വീരാരാധന കൊണ്ടോ കമ്മ്യൂണിസത്തിലേക്ക് വന്ന ഒരാളല്ല ജി സുധാകരൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയത് അദ്ദേഹത്തിന് മറ്റൊന്നും ആകാൻ കഴിയാത്തത് കൊണ്ടാണ്. പണ്ട് MTയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എഴുതുന്നത്? എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നായിരുന്നു MT വാസുദേവൻ നായർ കൊടുത്ത ഉത്തരം. എന്തുകൊണ്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് ജി സുധാകരനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരം മറ്റൊന്നും ആകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റൊന്നും ആകാൻ കഴിയാത്തത് കൊണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് ഭക്തിയോ ആരാധനയോ അല്ലെങ്കിൽ വീരാരാധനയോ ഒന്നുമല്ല അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ സൃഷ്ടിച്ചത്. അത് മാനവികതയാണ്, മനുഷ്യത്വമാണ്, തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിന്ദിതരുടെ, പീഡിതരുടെ, ചൂഷിതരുടെ, പാർശ്വവൽകൃതരുടെ അവർക്കുള്ള ഉയർച്ച, അവരെ ഉയർത്തുകയാണ് ഞാനെന്ന മനുഷ്യന്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതൊരു മിഷനായി നിയോഗമായി ഏറ്റെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആ ഒരു എന്താ പറയാ മനസ്സുണ്ടല്ലോ. ഇപ്പോഴും ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആദ്യം എന്തായിരുന്നു ആ മനസ്സിലുണ്ടായിരുന്നത്, അത് ഇപ്പോഴും നിലനിർത്തുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ആ ഒരു ആർജവമാണ് ജി സുധാകരനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാക്കുന്നത്. ആ പ്രിയപ്പെട്ടവനാക്കുന്നത് പാർട്ടി നേതൃത്വത്തെ അടക്കം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ? അതിനപ്പുറത്തുള്ളൊരു ആലപ്പുഴ ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാത്രമാണോ ഇതിനെ കാണേണ്ടത് എന്നുള്ളതായിരുന്നു സംശയം. ശ്രീ അടുത്ത ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജയചന്ദ്രനിൽ നിന്ന് ആ മറുപടി കൂടി പ്രതീക്ഷിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ പോയാൽ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന്. അവിടെ ജോർജ് പൊടിപ്പാറ സാർ തന്നെ പറഞ്ഞു, പലപ്പോഴും CPM-നുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എപ്പോഴും പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് താങ്കൾ സ്വീകരിക്കാറുള്ളത് എന്നത്. അപ്പോൾ താങ്കൾക്കുമൊക്കെ ഒരുപാട് പറയാനുണ്ടാകാം, ഞാനതെന്ത് എന്നൊന്നും ചോദിക്കുന്നില്ല. ഇവിടെ ഇതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന ആ ജില്ലയിലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധികാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ചില അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി കണ്ടാൽ മതിയോ? വളരെ കൃത്യമായി ഇത് സംസ്ഥാന നേതൃത്വം അടക്കം ഇത്തരം പ്രവണതകൾക്ക് പച്ചക്കൊടി കാണിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതില് പ്രിയ സുഹൃത്ത് ശ്രീ പൊടിവാറയും യുവ സുഹൃത്ത് വസന്തും ചൂണ്ടിക്കാണിച്ച സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട് അഭിലാഷേ, അത് പറയണം എനിക്ക്. അതായത് ഇതൊരു പിണറായിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്ലാഷ് എന്നുള്ള നിലയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം വസന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ പിണറായി വിജയനല്ല, പിണറായിസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് സുധാകരന് പ്രശ്നമെന്ന് ശ്രീ പൊടിവാറയും പറയുകയുണ്ടായി. എനിക്ക് അതിനോട് പ്രതികരിക്കാനുള്ളത്, പിണറായിയോട് വളരെ വലിയ കൂറും എന്നാൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അത്യഗാധമായ അചഞ്ചലമായ വിശ്വാസവുമുള്ള രാഷ്ട്രീയ നേതാവാണ് സുധാകരൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് 62 കൊല്ലമായി, അതായത് എന്റെ പ്രായം. പക്ഷെ എനിക്കൊരു 4.5 പതിറ്റാണ്ടായിട്ടാണ് സുധാകരനെ അറിയാവുന്നത്. വളരെ വളരെ അടുത്ത്, മാൻ ടു മാൻ നന്നായിട്ട് അറിയാം എന്താണ് സുധാകരൻ എന്നുള്ളത്. അത് പിന്നെ അദ്ദേഹത്തിന് പിണറായി വിജയനോടുള്ള എതിർപ്പിന്റെ പേരിലോ CPIM എന്ന രാഷ്ട്രീയ കക്ഷിയോടുള്ള എതിർപ്പിന്റെ പേരിലോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെതായ ചില, ഇപ്പൊ കോടിയേരിക്ക് എഴുതി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ, ഉമേഷ് ബാബു പറഞ്ഞല്ലോ, അത് അങ്ങനെ സ്വയം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ആളാണ്. സ്വയം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ നേതാവായിരിക്കും കേരളത്തിലെ CPIM-ൽ ജി സുധാകരൻ. ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്നില്ല, പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമായി നിന്നോളാം എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്ത ആദ്യത്തെ നേതാവായിരിക്കും. ആ സുധാകരന് പിന്നെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചർച്ചയിൽ, പേരുൾപ്പെടെയുള്ളത്. എന്നാൽ ഒരു കാര്യം പറയാം. അദ്ദേഹം താമസിക്കുന്നത് ഇപ്പം ആലപ്പുഴ SD കോളേജിന് തെക്കുവശം പറവൂർ എന്ന സ്ഥലത്താണ്. VS-ന്റെ വീടിന്റെ ഏതാണ്ട് അടുത്താണ്. VS-ന്റെ കുടുംബ വീടിന്റെ, VS-ന്റെ സ്വന്തം വീടാണ്. ഇപ്പോ തിരുവനന്തപുരത്താണല്ലോ വർഷങ്ങളായിട്ട് അദ്ദേഹം. അതിനും ഇവർ രണ്ടുപേരും വീടിന്റെ അവിടുന്ന് അധികം ദൂരമല്ലാതെ ഉള്ള ഒരു ഡ്രൈവർ
അയാളുടെയാണ് ഒരു പോസ്റ്റ്. അയാൾ ആരാണ് എന്താണെന്നൊക്കെ അയാളുടെ പേരും ഒക്കെ അറിയാവുന്നവർക്ക്, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, പിന്നെ പോസ്റ്റ് വായിച്ചിട്ടുള്ളവർക്കും അറിയാം. അയാൾ ആരാണെന്നുള്ളതും പിന്നെ എളുപ്പം മനസ്സിലാവും എല്ലാവർക്കും, ഈ ഡ്രൈവർ. അപ്പൊ അത് എവിടുന്നാണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ക്ലേശമൊന്നും ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥമേ. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇത് പിന്നെ സുധാകരൻ RSSനെതിരെ പറഞ്ഞു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് എന്നൊന്നും കരുതാത്ത ആളാണ് ഞാൻ. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ സുധാകരന്റെ ഇന്നത്തെ KPCC പ്രസംഗത്തില് കണ്ട ഏറ്റവും അതിമനോഹരവും എന്നാൽ പിന്നെ വളരെ ദീപ്തവുമായ ഒരു വാക്യം കേട്ടു. എന്താണെന്ന് അറിയാമോ? അത് കേരളം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യും ഇനിയുള്ള സമയങ്ങളിൽ. അതായത് പിന്നെ ഗാന്ധിജി വിശ്വപൗരനാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അറിയാം ഗാന്ധിജി വിശ്വപൗരനാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു വിശ്വപൗരനല്ല. ഗാന്ധിജിയെക്കാളും മുമ്പേ വിശ്വപൗരനാകാൻ എന്തുകൊണ്ടും സർവഥാ യോഗ്യനാണല്ലോ നാരായണ ഗുരു. ആ നാരായണ ഗുരു പക്ഷെ വിശ്വപൗരനായില്ല. എന്തുകൊണ്ട്? സുധാകരൻ മറുപടിയും പറയുന്നുണ്ട്. അദ്ദേഹം മലയാളത്തിൽ ജനിച്ചു, മലയാള ഭാഷ സംസാരിച്ചു, അതുകൊണ്ട് അദ്ദേഹം വിശ്വപൗരനായില്ല. അപ്പൊ വിശ്വപൗരനാവുന്നതിന്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് ഭാഷാപരമായ ചില പരിമിതികൾ കൂടെയാണ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ല അവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് അടരുകൾ അടങ്ങിയിട്ടുണ്ട്, വലിയ തോതിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന അടരുകൾ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സുധാകരന്റെ പ്രസംഗത്തിൽ കീ ഫാക്ടറായിട്ട് ഞാൻ കണ്ട ഒരു സംഗതി അതാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ വേണ്ട, അതല്ല സുധാകരന്റെ പിന്നെ KPCCയിലെ പ്രസംഗവും അതിനോടുള്ള CPM ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പിന്നെ ഇന്ററാക്ഷൻസും അതാണല്ലോ നമുക്ക് വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ഇതുകൊണ്ട് സുധാകരൻ എന്ന വ്യക്തിയുടെ പിന്നെ രാഷ്ട്രീയ ഇമേജിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആൾക്കാരുടെ ധാരണകൾക്കോ പാർട്ടിക്കാരുടെ ഞാൻ പറഞ്ഞു CPM നേതാക്കളുടെയും CPM പ്രവർത്തകരുടെയും ഇതിൽ ഈ നേതാക്കളുടെ പ്രവർത്തകരോ പെടാത്ത മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത എന്നെ പോലുള്ള അണികളുടെയും മനസ്സിൽ സുധാകരനെ സംബന്ധിച്ച് ഒരു ലെവലേശം അദ്ദേഹത്തിന്റെ വില സംബന്ധിച്ച് ഒരു ഇടിവുണ്ടായിട്ടില്ല. ഇടിവുണ്ടാക്കാൻ കഴിയുകയുമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്. കാരണം അതാണ് സുധാകരൻ എന്നുള്ളത്. ആ സുധാകരൻ താങ്കൾ ചോദിച്ചത് എന്താണ്? ഈ ആലപ്പുഴ CPMനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളതല്ല താങ്കൾ ചോദിച്ചത്. പോലെ അതായത് വസന്തും അതോടൊപ്പം തന്നെ ജോർജ് പൊടിപ്പാറ സാറും സൂചിപ്പിച്ച കാര്യം തന്നെയാണോ എന്നുള്ളതായിരുന്നു എന്റെയും സംശയം. അല്ല സുധാകരന്റെ ഈ പ്രതികരണം, സുധാകരനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഈ പ്രതികരണം പിന്നെ ഇത്തരത്തിലുള്ള ചില അണികളുടെയും നേതാക്കളുടെ പക്ഷത്ത് നിന്ന് ചില അണികളുടെ സംഘടനാപരമായ ജീർണതയാണ് പ്രതിഫലിപ്പിക്കുന്നത്, സുധാകരന്റേതല്ല. അതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. യെസ്, എന്തായാലും ശ്രീ വസന്ത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു ചില ഭാഷാപരമായ വിഷയങ്ങൾ. തീർച്ചയായും സുധാകരന്റെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേയേറെ പോയിന്റുകളുണ്ട്. ഭാഷയിലെ പ്രത്യേകത, ഒരുപക്ഷെ ഗുരു ഇപ്പോൾ കൂടുതലായി വായിക്കപ്പെടുമ്പോൾ മറ്റ് രാജ്യങ്ങളിലും മറ്റ് ഭാഷകളിലും ഒക്കെയുള്ളവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശത്ത് പോയി ഭാഷാ സ്വാധീനം കൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള വിവേകാനന്ദനെ പോലെയൊക്കെയുള്ളവർ ഉണ്ട്. അതെന്തുമാകട്ടെ, അതിനപ്പുറത്ത് ഈ പറഞ്ഞ ടോപ്പിക്കിനപ്പുറത്ത് നമ്മുടെ വിഷയം ഇതായതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ തിരികെ വരുന്നത്. അവിടെ ഇതാ പറയുന്ന മറുപടി താങ്കളും ശ്രദ്ധിച്ചു കാണും. അങ്ങനെ ഒരു പിണറായിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല ഇത്തരം പ്രതികരണങ്ങൾ. മാത്രമല്ല ആ പോസ്റ്റ് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിൻ്റെ ചില സൂചനകളടക്കം അദ്ദേഹം നൽകുന്നതും ജയചന്ദ്രൻ സാർ നൽകിയതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ലെ, MJ പറഞ്ഞതുപോലെ ആ ഡ്രൈവർ ആരുടെ ഡ്രൈവറാണ് എന്നുകൂടി അന്വേഷിച്ചാൽ മതി, അപ്പൊ കാര്യങ്ങൾ വ്യക്തമാകും. അതുപോട്ടെ, ഇനി KC ഉമേഷ് ബാബുവും MJയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഞാൻ സുധാകരൻ രാഷ്ട്രീയമായ അനാഥത്വം വഹിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ നാളെ KPCCയുടെയോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും പരിപാടിയിൽ കൊണ്ടുവന്ന് ത്രിവർണ്ണ ഷാളിട്ട് കോൺഗ്രസിന്റെ 5 രൂപ മെമ്പർഷിപ്പ് കൊടുത്തു കളഞ്ഞേക്കാം എന്നുള്ള വ്യാമോഹം കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ ക്ലിയറായി ആദ്യ ഭാഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ആരും പെട്ടെന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോ അപ്പൊ തന്നെ ഒരു സെമിനാർ അങ്ങ് സംഘടിപ്പിക്കുക, എന്നിട്ട് അത് അവിടേക്ക് മറ്റുള്ള പാർട്ടിയിലെ നേതാക്കളെ വിളിച്ചു വരുത്തുക. അവർ പോകുമ്പോ ഇതാ CPMന്റെ 5 രൂപ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തിട്ട് ലെവിയും പിരിച്ച് അവരെ മറക്കി വിട്ടേക്കാം എന്നുള്ള നിലപാടോ, അല്ലെങ്കിൽ സുധാകരൻ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ്സുകാരനാകും
എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തി കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ പെരുമാറുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആരും. അത് ഇങ്ങേ അറ്റത്തുള്ള, ഞാൻ മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അങ്ങേ അറ്റത്തുള്ള പ്രസിഡന്റ് വരെ ഉള്ളവരാരും തന്നെ ഞങ്ങളുടെ വരുന്നവരെ കോൺഗ്രസ് ആക്കി കളഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്നവരല്ല. ശരി, അതുപോലെ മതി. ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ് ആകും ജി സുധാകരൻ എന്ന് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം ഞാൻ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതേപോലെ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KK രമയുടെ ഭർത്താവ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ CPMനെതിരെ CPMന്റെ കൊള്ളരുതായികളെ പറ്റി പറഞ്ഞ് ഒഞ്ചിയം എന്ന് പറയുന്ന ഒരു നാട്ടിൽ ആ പാർട്ടിയുടെ വെളിയിൽ വന്ന് അവിടെ ഇപ്പോ നേരത്തെ KC ഉമേഷ് ബാബു പറഞ്ഞതുപോലെ UDF ആവാനോ കോൺഗ്രസ് ആവാനോ ഞാൻ ഇല്ല എന്ന് സ്വയം തീരുമാനിച്ച്, എന്നാൽ ലെഫ്റ്റായി നിലകൊള്ളുമ്പോ CPMനൊപ്പം അല്ല എന്ന് തീരുമാനിച്ച് മൂന്നാം കക്ഷിയായി അവിടെ നിലകൊണ്ട സമയത്ത് അയാളെ 51 വെട്ടുവെട്ടി കൊന്ന പാർട്ടിയാണ് CPM. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇനോവ പറഞ്ഞു വിട്ട പാർട്ടിയാണ് CPM. ആ മരണത്തിന്റെ ഒരു മിനിറ്റ് ശ്രീ അഭിലാഷ്, 10 സെക്കൻഡ് കൂടി. ആ മരണത്തിന്റെ എന്താ പറയുന്നത്, പൊടിപടലങ്ങൾ ഉയർന്നു താഴുന്നതിന് മിനിറ്റുകൾക്ക് ഇപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി കുലം കുത്തി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ. അതുപോലത്തെ അവസ്ഥ ജി സുധാകരൻ ഉണ്ടാവില്ല. അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായി, കോൺഗ്രസ് രാഷ്ട്രീയപരമായില്ല, എതിരഭിപ്രായങ്ങൾ പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാ കാലത്തും എങ്ങനെ നിലകൊണ്ടോ ആ രീതിയിൽ അദ്ദേഹത്തിനൊപ്പം നിലകൊള്ളും എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോ ജി സുധാകരൻ ഇന്നും ഇന്നലെ അല്ലല്ലോ CPMനെതിരെ പറയുന്നത്. CPMനെതിരെ എന്ന് ഞാൻ പറയുന്നില്ല, പിണറായി വിജയനെതിരെ പറയുന്നത് ഇന്നും ഇന്നലെ അല്ലല്ലോ. അദ്ദേഹം എത്രയോ കാലങ്ങളായി പറയുന്നു. ഈ ഇടതുപക്ഷ നയവ്യതിയാനത്തെ പറ്റി എത്രയോ അവസരങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പുനഃസംഘടന നടന്നു. ആ പുനഃസംഘടനയ്ക്ക് ശേഷം P ജയരാജൻ, ജി സുധാകരൻ, മേഴ്സിക്കുട്ടിയമ്മ, പത്മകുമാർ അടക്കം CPMന്റെ എത്രയോ പ്രഗത്ഭരായ, എത്രയോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാക്കൾ എതിരഭിപ്രായം പറഞ്ഞു. എത്രയോ പേർ അസംതൃപ്തരായി. എന്നിട്ട് സ്വാഭാവികമായും ജി സുധാകരൻ ഞങ്ങളുടെ വേദിയിൽ വരുമ്പോ അദ്ദേഹത്തിന് CPMന് കൊട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞു പോയാൽ പോലെ. അദ്ദേഹം അത് പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യതയാണ്. ശ്രീ KC ഉമേഷും MJ ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലെഗസിയുടെ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡീസൻസിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ വേദിയിൽ പോയി എന്ത് CPM സാധാരണ കാണിക്കുന്നത് പോലെ ഞങ്ങളുടെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് AKG സെന്ററിൽ പശുവിനെ വളർത്തുന്ന പണി അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ഞങ്ങളുടെ വേദിയിൽ വന്ന് സംഘപരിവാരത്തിനെതിരെ സംസാരിച്ചു. അത് പറഞ്ഞു പോയതിനു ശേഷം സൈബർ സഖാക്കൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുമോ MJ പറയുന്നത് പോലെ അത് നിഷ്കളങ്കമായി ചില സഖാക്കളുടെ പ്രതികരണമാണ് എന്ന് കണ്ടു നിൽക്കാൻ തൽക്കാലം സാധിക്കില്ല. അതിന് പിന്നിൽ അഭിലാഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ പ്ലാൻഡ് ആയ ഒരാൾ എഴുതി കൊടുത്ത, ഞാൻ വീണ്ടും പിൻ പോയിന്റ് ചെയ്യുന്നു, ഒരാൾ എഴുതി കൊടുത്ത വാക്യങ്ങൾ തിരിച്ചും മറിച്ചുമിട്ട് അതേപടി പോസ്റ്റേഴ്സ് ആക്കിയാണ് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ആ എഴുത്തിന് പിന്നിൽ ഭരണഘടനയെ കുന്തവും കുടച്ചക്രയുമായി കാണുന്ന ആളാണോ, അതോ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആണോ, അതോ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആണോ എന്നുള്ളത് കൂടി വ്യക്തമായാൽ. റൈറ്റ്. ശ്രീ ഉമേഷ് ബാബു, ഇവിടെ ഇതാ ഈ താങ്കൾ ആദ്യഘട്ടത്തിൽ ഒരു വിവേചനത്തിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ ആ വിവേചനത്തിന് സ്വാഭാവികമായും ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വലിയ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരം പ്രവണത തുടരുന്നത് CPMൽ ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? CPMനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വലിയ തോതിലുള്ള ഐക്യത്തിന്റെ യുക്തികൾ CPM വ്യാപകമായി ഉപയോഗിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. സുധാകരനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ മാത്രമല്ല, എത്രയോ ആളുകൾക്കെതിരായിട്ട് ഈ പറയുന്ന അസഹിഷ്ണുതയുടെയും ഒരു ഐക്യബോധത്തിന്റെയും, നേരത്തെ ഈ ശ്രീ വസന്ത് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അതിനാളെ ഞാൻ കൊന്നുകളയാ, അയാൾ വേറൊരു രാഷ്ട്രീയം പറയുന്നു, അയാളെ കൊന്നുകളയാ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഈ പറയുന്ന രാഷ്ട്രീയമായ ഐക്യബോധത്തിന്റെ പരമാവധിയായ ആവിഷ്കാരമാണ്. കാരണം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വേറെ ഒരു രാഷ്ട്രീയം, വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നിങ്ങളെ ഞാൻ അങ്ങ് അവസാനിപ്പിച്ച് കളയാം. അപ്പൊ CPM കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ചും ഞാൻ അതിനെ കാണുന്നത് ഈ പറയുന്ന ഒരു പക്ഷേ ഒരു 90-കൾക്ക് ശേഷം വളരെ മോശമായ നിലയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-25-30 കൊല്ലമായിട്ട് ഈ ഒരു യുക്തി വലിയ തോതിൽ പ്രോത്സാഹിക്കപ്പെട്ടിട്ടുണ്ട് ആ പാർട്ടിക്കകത്ത്. അതിന്റെ ഉത്തരവാദികൾ മുഴുവൻ നേതാക്കന്മാരാണ്. ശ്രീ പിണറായി തൊട്ടുള്ള അതിന്റെ നേതാക്കന്മാർ അറിയാതെ ഈ പറയുന്ന പണിയൊന്നും നടന്നിട്ടില്ല ഈ പാർട്ടിക്കകത്ത്. ഇപ്പൊ ഞാൻ പറയാം, അതാണ് 2006 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് VS വന്നപ്പോ VSനെതിരായിട്ട് എത്ര ഹീനമായിട്ടാണ് CPMന്റെ തന്നെ നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അക്കാലത്തും ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചയിലുണ്ടായിരുന്നു എനിക്കറിയാവുന്നതാണ്. ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്.
ഞാനാണ് പലപ്പോഴും അവരെ ഓർമ്മിച്ചത്, നിങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം 2006 VS-നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ ചാനലുകൾ, അന്ന് ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റോ ഉണ്ടായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അന്ന് അതിന് പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു ഇതുപോലുള്ള സമയങ്ങളിൽ, കുറച്ചുകൂടി നേരം 9 മണിക്ക് മറ്റായിരുന്നു തോന്നുന്നത്. അപ്പോ അന്ന് CPM-ന്റെ പ്രതിനിധികൾ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന VS-നെതിരെ ഉപയോഗിച്ചിരുന്ന ഹീനമായ ഒരു തരത്തിലുള്ള ഹീനമായിട്ടുള്ള പ്രയോഗങ്ങളും മറ്റുമുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ഊമക്കത്തുകൾ, ഈ പറയുന്ന അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ CPM-നകത്ത് ഞാനതാ പറയുന്നത്, ഇത് അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കാരണവശാലും പിന്തുണക്കപ്പെടുക മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടുക പിന്നല്ലേ, പിന്തുണക്കപ്പെടാൻ പാടില്ലാത്ത, ഞാൻ വിചാരിക്കുന്ന 2 ദിവസത്തിനകം CPM-ന്റെ സംസ്ഥാന അവര് ഈ പറയുന്ന നേതാവ്, എനിക്കറിയാം ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന് അറിയാം, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇങ്ങനെ ഈ അണികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ആളുകൾക്കെതിരായിട്ടൊരു നിലപാട് എടുക്കേണ്ടി വരും. കാരണം സുധാകരനാണ് മറ്റു പക്ഷത്ത്. കാരണം സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു അവിവേകം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുധാകരനെ ഇങ്ങനെ ആക്രമിക്കുന്ന വഴി തങ്ങൾക്ക് തന്നെയാണ്. അതാണ് ഈ പഴയകാലത്തെ ഈ മാജിക്കും ഒക്കെ മാജിഷ്യന്മാരുടെ ചില പണിയുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വാഴ നിർത്തിയിട്ട്, ഒറ്റ കാര്യം പറഞ്ഞ് നിൽക്കാം, വാഴ വെട്ടിയിട്ട് എതിരാളിയുടെ കയ്യിൽ വാഴത്തട കുത്തനെ നിർത്തിയിട്ട് കത്തി കൊടുത്തിട്ട് വാഴ വെട്ടാൻ പറയും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, വാഴ ഈ വെട്ടുന്ന വാഴക്കായിരിക്കും, പക്ഷെ കൊള്ളുന്നത് തങ്ങളുടെ ശരീരത്തിലായിരിക്കും. അങ്ങനെ ഒരു വളരെ മാരകമായ ഇനം തെരുവ് ഈ മാജിക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് CPM-കാർ ചെയ്യുന്നതെന്ന് അവർക്ക് അടുത്ത ദിവസം തിരിച്ചറിയേണ്ടി വരും. വെട്ടുന്നത് സുധാകരനെയാണെങ്കിലും പരിക്ക് തങ്ങളുടെ ശരീരത്തിലാണല്ലോ ഏൽക്കുന്നത് വേഗത്തിൽ തിരിച്ചറിയേണ്ടി വരും. കാരണം കാലം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം യുക്തികളൊന്നും സ്വീകരിക്കാൻ CPM-ന് അണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോയാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വലിയ കുറവുണ്ടാകും എന്നൊരവസ്ഥ എത്രയും വേഗം CPM തിരിച്ചറിയുന്നത് ആ പാർട്ടിക്ക് ഗുണം ചെയ്തിരിക്കും. എന്തായാലും ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണോ ഇപ്പോഴും? ഇതിപ്പോൾ പൂർണ്ണമായും ഈ പറയുന്നത് പോലെ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എങ്കിൽ അതൊക്കെ തിരുത്തേണ്ട ഒരു സമയം കൂടി എന്നാണ് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്തകളോ ആലോചനകളോ ആണിപ്പോൾ നടക്കുന്നത് എന്ന് കരുതാനാകുമോ? ഈ പറഞ്ഞതുപോലെ എതിരഭിപ്രായം പറയുന്നവരെ ഏതു വിധേനയും ഇല്ലാതാക്കുക എന്നൊരു സമീപനത്തിലേക്ക് പോവുകയാണോ? CPM പല കാര്യങ്ങളിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, CPM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിച്ച് മുറുകെ പിടിച്ച് ശാഠ്യം പിടിച്ച പല കാര്യങ്ങളിലും തിരുത്തൽ വരുത്താനും നയ വ്യതിയാനത്തിലേക്ക്, മാറ്റങ്ങളിലേക്ക്, ആഗോള സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് നയമാറ്റം അനിവാര്യമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. ഇതും പണ്ട് കാലത്ത്, അതായത് എതിരാളികള് ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഉൾക്കൊള്ളാനാവാത്ത എന്ത് കാര്യം ചെയ്താലും അവനെ അവസാനിപ്പിക്കുക എന്നുള്ള ആ ഒരു ലൈനും മാറ്റേണ്ട കാലമായി പതുക്കെ മാറുന്നുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തിലൊക്കെ ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിനകത്തുള്ള ഒരു വിഭാഗം, ഈ കടന്നൽ കൂട്ടങ്ങൾ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ആ വിഭാഗത്തിന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. സുധാകരനെ പോലെ ഒരു മനുഷ്യനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സുധാകരൻ ഏത് യോഗത്തിനാണ് പോയത്? നേരത്തെ പറഞ്ഞല്ലോ, കേരളം കണ്ട ഒരേ ഒരു ഗുരു, ഇന്ത്യ കണ്ട ഒരേ ഒരു മഹാത്മാവ്. അവരുടെ ആ ഒരു കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികം, അത് KPCC സംഘടിപ്പിച്ചതായാലും ആര് സംഘടിപ്പിച്ചതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സംഗതി തന്നെയല്ലേ, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലല്ലേ. അത്തരം ഒരു യോഗത്തിലേക്ക് സുധാകരനെ പോലെ ഒരാളെ അല്ലാതെ ആരെയും വിളിക്കുക ഇപ്പോഴത്തെ പാർട്ടിയിൽ നിന്ന്? സ്വാഭാവികമായിട്ട് അതൊരു വലിയ അംഗീകാരമാണ്. അദ്ദേഹത്തൊക്കെ ചിലപ്പോ KPCCക്ക് ഉദ്ദേശം ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സുധാകരനും ദിവാകരനും അതിൽ പങ്കെടുക്കുന്നത് അസംതൃപ്തരുടെ പേരിലാണെങ്കിൽ അവർ വിളിച്ചാൽ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം അവരെ വിളിച്ചത്. ഏതായാലും ആ പങ്കെടുത്ത യോഗത്തിന്റെ ഒരു വലിപ്പവും അത് പ്രതിനിധാനം ചെയ്യുന്ന വലിയ ഒരു പ്രസക്തിയും ഒക്കെ വെച്ചുകൊണ്ട് അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്തെന്ന് അവരോടൊക്കെ പറയാം. അവരെ തിരുത്താൻ ഈ പാർട്ടി പരസ്യമായിട്ട് അല്ലെങ്കിൽ കൊടുക്കണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ TP ചന്ദ്രശേഖരനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി പാനലിസ്റ്റുകളിൽ ഒരാൾ. TP ചന്ദ്രശേഖരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ മാനസികമായി വലിയ മുറിവേൽപ്പിക്കുന്ന ഒരു ആയുധം തന്നെയാണ് സൈബർ ആക്രമണങ്ങൾ എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത് പാർട്ടിയുടെ അറിവോടെ അല്ല എങ്കിൽ അത് തിരുത്തുക തന്നെയാണ് വേണ്ടത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.